ജലീൽ പറഞ്ഞോളൂ, അവിടെ എന്താണ് ഇങ്ങനെ ഒരു കണക്ക് സൗദി അറേബ്യ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പുറത്തുവിടാൻ എന്താണ് കാരണം? SKN ഗുഡ് മോർണിംഗ്. സൗദിക്ക് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് പുതിയ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ഈ കഴിഞ്ഞ ഫെബ്രുവരി അവസാനം യുദ്ധം തുടങ്ങിയത് മുതൽ സൗദിക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അമേരിക്കൻ താവളങ്ങൾക്ക് പുറമെ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമാക്കിയും ആക്രമണങ്ങൾ ഉണ്ടായി. ഇത് രാജ്യത്തും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിതരണത്തെ വലിയ രീതിയിൽ ബാധിച്ചു എന്നാണ് സൗദി ഊർജ്ജ മന്ത്രാലയം അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദിയിലെ എണ്ണപ്പാടങ്ങൾക്കും ശുദ്ധീകരണശാലകൾക്കും വിതരണ സംവിധാനങ്ങൾക്കും നേരെ ഉണ്ടായ ഇറാന്റെ ആക്രമണങ്ങളുടെ പ്രത്യാഘാതം എത്ര എന്ന ഏകദേശ കണക്ക് സൗദി ഊർജ്ജ മന്ത്രാലയം പുറത്തുവിട്ടു. ഇത് പ്രകാരം സൗദിയുടെ ഊർജ്ജ മേഖലയ്ക്ക് നേരെ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിത്. മധ്യമേഖലയിലെ റിയാദിലും കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറ് മേഖലയിലെ യാമ്പൂരിലും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എണ്ണ വിതരണത്തിന്റെ നട്ടലായ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ തടസ്സപ്പെട്ടു എന്നതാണ്. 7 ലക്ഷം ബാരൽ എണ്ണയാണ് ഇതിലൂടെ ഓരോ ദിവസവും പോകേണ്ടത്. അത് തടസ്സപ്പെട്ടു. ഹോർമുസ് പ്രതിസന്ധി മറികടക്കാൻ സൗദി കണ്ടെത്തിയ ബദൽ മാർഗമായിരുന്നു ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ. ഇതിലൂടെ എണ്ണ കിഴക്കൻ മേഖലയിൽ നിന്ന് പടിഞ്ഞാറ് മേഖലയിൽ എത്തിച്ച് യാമ്പു തുറമുഖം വഴി ചെങ്കടൽ പാതയിലൂടെ എണ്ണ കയറ്റുമതി ചെയ്യാനായിരുന്നു നീക്കം. ഇത് തകർക്കുകയാണ് ഉണ്ടായത്. കൂടാതെ ഈ മനീഫ ഖുറൈസ് പ്ലാന്റുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. അവിടെ മാത്രം 6 ലക്ഷം ബാരലിന്റെ കുറവുണ്ടായിട്ടുണ്ട്. ഓരോ പ്ലാന്റിലും 3 ലക്ഷം ബാരലിന്റെ വീതം കുറവ്. ഇവിടെ ഒരു സുരക്ഷാ ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനു പുറമെ റാസനൂറ ഉൾപ്പെടെയുള്ള പ്രധാന റിഫൈനറികളെ എല്ലാം ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എന്ന് റിപ്പോർട്ട് പറയുന്നു. ജുബൈലിലെ സ്റ്റോർപ്പ്, യാമ്പുവിലെ സാംബ്രഫ്, റിയാദിലെ റിഫൈനറി എന്നിവയൊക്കെ ആക്രമണം ബാധിച്ചു. ഈ ജുഐമയിൽ ഉണ്ടായ തീപിടുത്തം പാചകവാതക കയറ്റുമതിയെയും ബാധിച്ചു. ഇത് കേവലം സൗദി അറേബ്യ മാത്രമല്ല, ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക വ്യവസ്ഥയെയും ഒക്കെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് സൗദി ഊർജ്ജ മന്ത്രാലയം പറയുന്നത്. എണ്ണ വിതരണത്തിലെ ഈ കുറവ് ആഗോള തലത്തിൽ ഇന്ധനവില കൂടാൻ കാരണമാകുമെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എങ്കിലും തടസ്സങ്ങൾ മാറാൻ സമയമെടുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ആക്രമണം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഇത്രയും വിശദമായ ഒരു റിപ്പോർട്ട് സൗദി ഊർജ്ജ മന്ത്രാലയം പുറത്തുവിടുന്നത്. എണ്ണ വിതരണത്തെയും പാചകവാതക വിതരണത്തെയും എല്ലാം ഈ ആക്രമണം ബാധിച്ചു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. അതേസമയം സൗദിക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് പുതിയ ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിലവിൽ സ്ഥിതി ശാന്തമാണ്. ഇന്നലെയും ഇന്നും ആക്രമണങ്ങൾ ഇല്ല. അപായ മുന്നറിയിപ്പ് സന്ദേശമില്ല. ഇത് രാജ്യത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും എല്ലാം വലിയ ആശ്വാസമാണ് നൽകുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. 5 ബാലിസ്റ്റിക് മിസൈലുകളും 9 ഡ്രോണുകളുമാണ് ബുധനാഴ്ച ഉണ്ടായത്. അതിനുശേഷം ഇതുവരെ ആക്രമണങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.